നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യ എസ് 12 ഇൻകം ടാക്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് കറണ്ട് ഇയർ ടാക്സും കറണ്ട് ഇയർ ടാക്സിൻ്റെ കേസാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. കറണ്ട് ഇയർ ടാക്സ് എന്ന് പറയുന്നതിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പർപ്പസിന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാകാം. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഇയറിൽ പേയ്മെൻറ്റ് നടത്തുന്ന എത്രയാണോ ഇൻകം ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത് അതിനെയാണ് നമ്മൾ കറണ്ട് ടാക്സ് എന്ന് ഡിഫൈൻ ചെയ്തത്. കറണ്ട് ഇയറിൽ നമ്മൾ എത്ര എമൗണ്ടിലാണോ ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത് ടാക്സ് ബേസ് ഇൻറ്റു ആ പർട്ടിക്കുലർ ടാക്സ് റേറ്റ് പ്രിവെയിലിംഗ് ആയിട്ടുള്ള ടാക്സ് റേറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു കറണ്ട് ഇയർ ടാക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ടാക്സബിൾ പ്രോഫിറ്റ് ആണെങ്കിലാണ് ആ ഒരു ഇയറിൽ നമുക്ക് ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരിക. ഇൻ കേസ് അവിടെ നമുക്ക് പ്രോഫിറ്റ് ഇല്ല, ടാക്സ് ലോസ് ആണ് വന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇയറിൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല, നമുക്കത് ടാക്സ് റിക്കവറബിൾ ആയിട്ട് മാറും. ഓക്കെ, അതിപ്പോൾ കറണ്ട് ടാക്സിൻ്റെ കേസാണ് പറഞ്ഞത്. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഡിഫേർഡ് ഇൻകം ടാക്സ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഡിഫേർഡ് ടാക്സ്, കറണ്ട് ടാക്സ് ആൻഡ് ഡിഫേർഡ് ടാക്സ് നമ്മളുടെ ടൈം ഡിഫറൻസിൻ്റെ ബേസിലാണ് ഡിഫേർഡ് ടാക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അറൈസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് പെർമനൻറ്റ് ഡിഫറൻസ് ആണ് ആൻഡ് ദ സെക്കൻഡ് വൺ ടെമ്പററി ഡിഫറൻസ് വരാറുണ്ട്. പെർമനൻറ്റ് ഡിഫറൻസ് ആവുന്ന കേസിൽ അത് നമ്മളുടെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, ഒരു ഇയറിലും നമ്മൾ അതിനെ എഫക്റ്റ് വരാത്തത് കൊണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. മെയിനായിട്ടുള്ള ഡിഫറൻസിൻ്റെ റീസൺ എന്ന് പറയുന്നത് ടെമ്പററി ഡിഫറൻസ് ആണ്. ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇയറിൽ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനീസ് ആക്ട് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ ഇൻകം ടാക്സ് അതോറിറ്റി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന റൂൾസ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസസ് വരാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് സബ്സീക്വൻറ്റ് ഇയേഴ്സിൽ മാച്ച് ചെയ്യാം, അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് ഇയേഴ്സിൽ അത് സെറ്റ് ഓഫ് ചെയ്ത് പോകുന്ന ഒരു തരത്തിലുള്ള ഡിഫറൻസിനെയാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസും നമ്മൾ പറഞ്ഞു ആൻഡ് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസും പറഞ്ഞു. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് ഇയറിൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നില്ലെങ്കിലും സെയിം എമൗണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ടാക്സ് പേയബിൾ ആയിട്ട് വരുന്ന കേസിനെയാണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് പറഞ്ഞു. ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് ഇയറിൽ അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തുകയാണ്. സോ നെക്സ്റ്റ് ഇയേഴ്സിൽ സബ്സീക്വൻറ്റ് ഇയേഴ്സിൽ നമുക്ക് അത്രയും ടാക്സ് പേയ്മെൻറ്റ് ബേർഡൻ കുറയ്ക്കാം, അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് ഇയേഴ്സിൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി അത്രയ്ക്ക് തന്നെ കുറയുന്ന സിറ്റുവേഷനെയാണ് ഡിഫേർഡ് ഓർ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് കോൺസെപ്റ്റാണ് ഡിഫേർഡ് ടാക്സ് അസറ്റ് ആൻഡ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, DTA ആൻഡ് DTL. ഈ രണ്ട് കോൺസെപ്റ്റാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് ഡിഫേർഡ് ടാക്സ്. അപ്പോൾ ഡിഫേർഡ് ടാക്സ് മീൻസ് the deferred income tax is the accounting measure used to match the effect of transactions with their accounting impact. നമ്മൾ കറണ്ട് ടാക്സിൽ പറഞ്ഞതുപോലെ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ടാക്സ്. നമ്മൾ ആക്ച്വലി പേയ്മെൻറ്റ്സ് നടത്തുന്ന ഒരു ടാക്സ് അല്ല ഡിഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ആൻ അക്കൗണ്ടിങ് മെഷർ. നമ്മളുടെ ട്രാൻസാക്ഷൻസിൽ വരുന്ന ഈ ഒരു ഡിഫറൻസ് ടെമ്പററി ഡിഫറൻസ് കാരണം നമ്മളുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിൽ വരുന്ന ആ ഒരു ഡിഫറൻസിനെ മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിഫേർഡ് ടാക്സ് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ആക്ച്വലി ഒരു ഇൻകം ടാക്സ് പേയ്മെൻറ്റ് ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ നടത്തുന്നില്ല, ഒരു അക്കൗണ്ടിങ് മെഷർ മാത്രമാണ്. ആൻഡ് ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടെമ്പററി ഡിഫറൻസ് ഇൻറ്റു ടാക്സ് റേറ്റ്. ടെമ്പററി ഡിഫറൻസ് എത്രയാണോ വരുന്നത്
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, നമ്മളുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടെമ്പററി ഡിഫറൻസിന് ആ ഒരു പ്രിവെയിലിംഗ് ടാക്സ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഡിഫേർഡ് ടാക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ആൻ അക്കൗണ്ടിങ് മെഷറാണ്. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മളുടെ ടെമ്പററി ഡിഫറൻസിനെ അതിൻ്റെ ടാക്സ് റേറ്റ് കൊണ്ട് ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഡിഫേർഡ് ടാക്സ് കിട്ടുന്നത്. ആക്ച്വലി നമ്മൾ കറണ്ട് ഇയറിൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ഡിഫേർഡ് ടാക്സ് നമ്മൾ ഇൻകർ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഫ്യൂച്ചർ പീരീഡിലാണ്. ഓക്കെ, അതിൽ നമുക്ക് വരുന്ന രണ്ട് കോൺസെപ്റ്റാണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആൻഡ് ഡിഫേർഡ് ടാക്സ് അസെറ്റ്. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്, ഓർ ഇറ്റ് മേ കോൾഡ് ആസ് DTL. DTL, what is DTL? Deferred tax liability. It occurred as a result of taxable temporary difference. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റീകോൾ ചെയ്യുക. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാരിയിങ് എമൗണ്ടും ടാക്സ് ബേസുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കാം. ക്യാരിയിങ് എമൗണ്ട് ടാക്സ് ബേസിനേക്കാൾ കൂടിയ സിറ്റുവേഷൻസിൽ അവിടെ നമുക്ക് വരുന്നത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. എക്സാമ്പിളായിട്ട് പറയാം, നമുക്കൊരു മെഷീനിൻ്റെ ക്യാരിയിങ് എമൗണ്ട് 100 ആണ്. ആൻഡ് അത് ടാക്സ് പർപ്പസിന് അതിന് സർട്ടൻ ഡിപ്രിസിയേഷനൊക്കെ ചാർജ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 80 ആണ്. ഓക്കെ, 100 ക്യാരിയിങ് എമൗണ്ട് ഓഫ് മെഷീൻ ആൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 80 റുപ്പീസിൻ്റെ ബേസിലുമാണ്. അവിടെ എന്താണ് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇയറിൽ നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത് 80 റുപ്പീസിലാണ്. ബട്ട് ആക്ച്വലി ഇതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 100 റുപ്പിയാണ്. ക്യാരിയിങ് എമൗണ്ട് 100 റുപ്പിയാണ്. അപ്പം നമുക്ക് എന്തുണ്ട് അവിടെ 20 റുപ്പീസിന് ഒരു ഡിഡക്ഷൻ വന്നിട്ടുണ്ട്. 20 റുപ്പീസ് കുറഞ്ഞ എമൗണ്ടിലാണ് നമ്മൾ ആ ഒരു ഇയറിൽ ആക്ച്വൽ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് നടത്തിയിരിക്കുന്നത്. ഓൺലി 80 റുപ്പീസിലാണ് നടത്തിയിട്ടുള്ളത്. ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. അപ്പോൾ എന്താ അവിടെ എഫക്റ്റ് വരുന്നത്? ഈ ഒരു 20 റുപ്പീസ് എന്ന് പറയുന്നത് സബ്സീക്വൻറ്റ് ഇയേഴ്സിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇയേഴ്സിൽ ടാക്സ് അതോറിറ്റി ചാർജ് ചെയ്യും. കറണ്ട് ഇയറിൽ നമുക്ക് 20 റുപ്പീസ് കുറഞ്ഞ എമൗണ്ടിൽ, അതായത് ഓൺലി 80 റുപ്പീസിലാണ് നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയതെങ്കിലും ഫ്യൂച്ചർ ഡേയ്സിൽ അക്കൗണ്ടിങ് റൂൾസ് പ്രകാരം അല്ലെങ്കിൽ ഇൻകം ടാക്സ് റൂൾസ് പ്രകാരം ഈ ഒരു 20 റുപ്പീസിന് കൂടെ നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പം കറണ്ട് ഇയറിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ടാക്സ് അണ്ടർ പെയ്ഡ് ആണെങ്കിലും ഫ്യൂച്ചർ ഇയറിൽ നമ്മൾ ആ ഒരു എമൗണ്ട് കൂടെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരേണ്ട ആ ഒരു സിറ്റുവേഷനിലാണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസും ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റിയും സെയിം കോൺസെപ്റ്റാണ് വരുന്നത്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീൻ്റെ റീസൺ മാത്രമാണ്. ഈ ഒരു ഡിഫറൻസ് വരുന്നതുകൊണ്ട്, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്നുള്ള ആ ഒരു റീസൺ വരുന്നതുകൊണ്ടാണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി വരുന്നത്. അപ്പോൾ അതിൽ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്താണെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കണം. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിൽ നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നില്ലെങ്കിലും അല്ലെങ്കിൽ അണ്ടർ പെയ്ഡ് ആണ് നടത്തുന്നതെങ്കിലും ഫ്യൂച്ചർ ഇയറിൽ നമ്മൾ ആ ഒരു എമൗണ്ടിന് കൂടെ ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരേണ്ട ആ ഒരു ഡിഫറൻസിനെയാണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഓർ TTD എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ടായിട്ട് നമ്മളുടെ ടാക്സ് ലയബിലിറ്റി ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കുള്ള ബേർഡനാണ്. അപ്പോൾ നമ്മളിപ്പം കുറഞ്ഞ എമൗണ്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തിയാൽ അത് കറണ്ട് ഇയറിൽ നമുക്ക് ബെനിഫിറ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ഇയറിൽ നമുക്കതൊരു ലയബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് സിമ്പിളായിട്ട് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പറയാനുള്ളത്. പ്രോഫിറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? അക്കൗണ്ടിങ് പ്രോഫിറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ടാക്സബിൾ പ്രോഫിറ്റ്. ടാക്സബിൾ പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് മീൻസ് കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത്
ഇൻകം ടാക്സ് റൂൾസ് പ്രകാരം ഇൻകം ടാക്സ് അതോറിറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റാണ് ടാക്സബിൾ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ടാക്സ് പർപ്പസിന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ആക്ച്വലി ഇൻകർ ചെയ്യുന്നത് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റിയാണ്. ഇതെങ്ങനെയാണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു ഇയറിൽ 100 റുപ്പിയാണ് പ്രോഫിറ്റ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ്. നമ്മളുടെ ഇൻകം എക്സ്പെൻസും കമ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 100 റുപ്പിയാണ് ആ ഒരു ഇയറിലെ പ്രോഫിറ്റ്. എന്നാൽ ഇൻകം ടാക്സ് അതോറിറ്റി അവരുടെ റൂൾസ് പ്രകാരം പല അലൗഡ് ആൻഡ് ഡിസലൗഡ് എക്സ്പെൻസസും ഇൻകം ഒക്കെ ട്രീറ്റ് ചെയ്തത് വഴി അവർക്ക് എത്രയായിട്ടുണ്ട്? അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ബിസിനസ് ഓപ്പറേഷൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 80 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ 100 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 80 ആണ്. എന്നാൽ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആൻഡ് 80 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ടെമ്പററി ഡിഫറൻസ് ആണ്, ഓർ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കൊണ്ടാണ്. ആ ഒരു എമൗണ്ടിൻ്റെ ആ ഒരു എമൗണ്ടിൽ വന്നിരിക്കുന്ന കുറവ് നമുക്ക് ഫ്യൂച്ചർ ഇയറിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പോൾ കറണ്ട് ഇയറിൽ നമ്മൾ എത്രയാണോ ടാക്സ് ബേസ് അല്ലെങ്കിൽ എത്രയാണോ ടാക്സബിൾ പ്രോഫിറ്റ്, അതിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു 80 റുപ്പീസിൽ, ബട്ട് ആക്ച്വലി അതിൻ്റെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 100 ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇയറിൽ അത് ബെനിഫിറ്റാണ്. 100 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ ടാക്സ് പർപ്പസിന് 80 റുപ്പീസിൽ മാത്രമാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത്. എന്നാൽ ഫ്യൂച്ചർ ഇയറിൽ നമുക്കൊരു 100 റുപ്പി ഫ്യൂച്ചർ ഇയറിൽ നമുക്ക് പ്രോഫിറ്റ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റി ഈ ഒരു ഇയറിൽ കുറഞ്ഞിരിക്കുന്ന 20 കൂടെ ആ സബ്സിക്വൻറ്റ് ഇയറിൽ ഇൻക്രീസ് ചെയ്യും. അത് കറണ്ട് ഇയറിൽ ടാക്സ് ചെയ്യപ്പെട്ടില്ലെങ്കിലും ഫ്യൂച്ചർ ഇയറിൽ ടാക്സ് ചെയ്യപ്പെടും. ഇതാണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ടാക്സ് ലയബിലിറ്റിയിൽ വരുന്ന ഇൻക്രീസിനെയാണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ നിങ്ങൾ പോയിൻ്റ് ചെയ്യുക, അണ്ടർ ദ സിറ്റുവേഷൻ ദ അക്കൗണ്ടിങ് പ്രോഫിറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ടാക്സബിൾ പ്രോഫിറ്റ്, ഓർ ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദ അസറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ടാക്സ് ബേസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് occurred as a result of taxable temporary difference. ആൻഡ് ഇത് നിങ്ങൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഓർ റെക്കഗ്നിഷൻ ഓഫ് ദിസ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? എന്താണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി? നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ടാക്സ് an entity has underpaid which will be eventually made up in future. അപ്പോൾ കറണ്ട് ഇയറിൽ നമ്മൾ അണ്ടർ പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്യൂച്ചർ ഇയറിൽ നമ്മളതിന് പേയ്മെൻറ്റ് നടത്തുന്ന തരത്തിലുള്ള ടാക്സ് ലയബിലിറ്റി, അതിനെയാണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കറണ്ട് ഇയറിൽ അണ്ടർ പെയ്ഡ് ആണ്, എന്നാൽ ഫ്യൂച്ചർ ഇയറിൽ നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. ഇതെങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഇൻറ്റു ടാക്സ് റേറ്റ്. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ടാക്സ് റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി കിട്ടുന്നത്. എക്സാമ്പിൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം പ്രോബ്ലം ആയിട്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കുക. എക്സാമ്പിൾ വെച്ച് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു മെഷീനാണ് ഇവിടെ പറയുന്നത്. മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 റുപ്പിയാണ്. 100 റുപ്പി രണ്ട് കേസിലും സെയിം ആണ്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്ന ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 20 റുപ്പീസാണ്. അപ്പം അക്കൗണ്ടിങ് പർപ്പസിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 80 റുപ്പീസ്. എന്നാൽ സെയിം ടൈം ഇൻകം ടാക്സ് പർപ്പസിൽ മെഷീനിന് ചാർജ് ചെയ്യുന്ന ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. അതൊരു കോൺസ്റ്റൻറ്റ് റേറ്റ് ആണ്. ഇൻകം ടാക്സ് റൂൾസിൽ ഓരോ അസറ്റിനും ചാർജ് ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ റേറ്റ് ഫിക്സഡ് ആണ്. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. ഓരോ അസറ്റിൻ്റെതും ഫിക്സഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് പർപ്പസിന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 30% ആണ്. ഇറ്റ് ഈസ് 30. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് പർപ്പസിന് നമുക്ക് കിട്ടിയിരിക്കുന്ന
അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 70 ആണ്. 70 ഈസ് ഇറ്റ്സ് ടാക്സ് ബേസ്. ടാക്സ് പർപ്പസിന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതിന് നമ്മൾ ടാക്സ് ബേസ് എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് പർപ്പസിന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന അസറ്റിൻ്റെ വാല്യൂ ക്യാരിയിങ് എമൗണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ്? ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ടാക്സ് ബേസ്. ഓക്കെ, 70 റുപ്പീസാണ് ടാക്സ് ബേസ് ആൻഡ് 80 റുപ്പീസാണ് ക്യാരിയിങ് എമൗണ്ട്. ഏത് എമൗണ്ടിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്? ടാക്സ് പേ ചെയ്യേണ്ടത് നമ്മൾ ടാക്സ് ബേസിലാണ്. ടാക്സ് ബേസ് എന്ന് പറയുന്നത് ഇവിടെ 70 റുപ്പീസാണ്. അപ്പം 70 റുപ്പീസിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 30%. ബിസിനസ്സിൻ്റെ കേസിൽ എപ്പോഴും ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ് വരിക. അപ്പോൾ 70ൻ്റെ 30% ആണ് ആ ഒരു ഇയറിൽ നമുക്ക് മെഷീനറിയുടെ കേസിൽ വരുന്ന റേറ്റ് എന്ന് പറയുന്നത്, ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാരിയിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ ടാക്സ് ബേസ്. സോ ദർ ഈസ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. ഈ ഒരു ഇയറിൽ നമ്മൾ അസറ്റ് വാല്യൂ ചെയ്തിരിക്കുന്നത് ടാക്സ് ബേസിൽ 70 റുപ്പീസാണ്. എന്നാൽ ആക്ച്വലി നമ്മളുടെ അക്കൗണ്ടിങ് പർപ്പസിന് അതിന് വന്നിരിക്കുന്ന വാല്യൂ 80 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 70 റുപ്പീസിന് നമ്മൾ കറണ്ട് ഇയറിൽ ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും കമ്മിങ് ഇയേഴ്സിൽ ഈ വന്നിരിക്കുന്ന ടെമ്പററി ഡിഫറൻസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. ദെൻ ഇൻ കേസ് ഡിഫേർഡ് ടാക്സ് അസെറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഇവിടെ നമ്മളുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന, ഇൻകം ടാക്സ് അതോറിറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ടാക്സബിൾ പ്രോഫിറ്റിനേക്കാൾ കുറവായ സിറ്റുവേഷൻസ്, അതല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന അസറ്റിൻ്റെ വാല്യൂ, അസറ്റിൻ്റെ ടാക്സ് ബേസ് നമ്മളെ ക്യാരിയിങ് എമൗണ്ടിനേക്കാൾ ഹയർ എമൗണ്ട് ആണെങ്കിൽ, നേരത്തെ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, ഈ രണ്ട് കേസിലും ഡിഫേർഡ് ടാക്സ് അസറ്റാണ് വരുന്നത്. ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത് എന്താ? അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ കറണ്ട് ഇയറിൽ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്താലും ഫ്യൂച്ചർ എമൗണ്ടിൽ നമുക്കതൊരു അഡ്വാൻറ്റേജ് ആവുന്നത് എപ്പോഴാണ്? നമുക്ക് അത്രയും എമൗണ്ട് കുറച്ച് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. അപ്പോൾ അതൊരു അസറ്റാണ് നമുക്ക്. നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ ഒക്കെ കേസിൽ പറയുമ്പോൾ എന്താണ്, നമുക്കിപ്പോൾ ഇൻകം കൂടുതലാണെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തി വെക്കും. നമ്മളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തി വെക്കും. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഫ്യൂച്ചറിൽ കാശില്ലാതെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് അത്രയും എമൗണ്ട് കുറച്ച് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. സെയിം പ്രിൻസിപ്പിളാണ് നിങ്ങൾ ഡിഫേർഡ് ടാക്സ് അസറ്റിലും നോക്കേണ്ടത്. നമ്മൾ ഈ ഇയറിൽ ടാക്സ് എമൗണ്ട് കൂടുതൽ പേ ചെയ്താലും ഫ്യൂച്ചർ ഓർ കമ്മിങ് ഇയേഴ്സിൽ നമുക്ക് അത്രയും കുറഞ്ഞ എമൗണ്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഇറ്റ് ഈസ് കോൾഡ് ഡിഫേർഡ് ടാക്സ് അസറ്റ്. അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? എമൗണ്ട് ഓഫ് ടാക്സ് ആൻ എൻറ്റിറ്റി ഹാസ് ഓവർ പെയ്ഡ് ഓർ പെയ്ഡ് ഇൻ അഡ്വാൻസ് വിച്ച് വിൽ ബി ഈവൻച്വലി ബി റിട്ടേൺഡ് ഇൻ ഫ്യൂച്ചർ. എന്താണ്? ഒരു എൻറ്റിറ്റി പേ ചെയ്തിരിക്കുന്ന, കറണ്ട് ഇയറിൽ പേ ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് കൂടുതലാണ്, അല്ലെങ്കിൽ പെയ്ഡ് ഇൻ അഡ്വാൻസ് കമ്മിങ് ഇയേഴ്സിലേക്കും കൂടെയുള്ള എമൗണ്ട് നമ്മൾ ഓവർ പേ ചെയ്തിട്ടുണ്ട് ഒരു ഇയറിൽ. സോ ഫ്യൂച്ചർ ഇയേഴ്സിൽ നമുക്ക് അത്രയും എമൗണ്ട് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ അത്രയും എമൗണ്ട്, കുറഞ്ഞ എമൗണ്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഇതിനെയാണ് നമ്മൾ ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് വരാനുള്ള റീസൺ, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. എന്നാൽ ഇൻ കേസ് ഓഫ് ഡിഫേർഡ് ടാക്സ് അസറ്റ് ഇറ്റ് ഈസ് occurred as a result of ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്, DTD. ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് എങ്ങനെയാണ് ഡിഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കറണ്ട് ഇയറിൽ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യുന്നു. കറണ്ട് ഇയറിൽ നമ്മളുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് നമ്മളുടെ ടാക്സ് പർപ്പസിന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കുറവാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ഇൻകം ടാക്സ് അതോറിറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിനേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 100 ആണ് നമ്മളുടെ പ്രോഫിറ്റ്. പക്ഷേ ഇൻകം ടാക്സ് അതോറിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ 120 ആയി. അപ്പോൾ എന്താ,
നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ 120 റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു ഇയറിൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത്. എന്നാൽ ഫ്യൂച്ചർ ഇയേഴ്സിൽ ഇൻകം ടാക്സ് അതോറിറ്റി ഈ ഒരു 20 റുപ്പീസിന് എഫക്റ്റ് കൗണ്ടർ ഫീറ്റ് ചെയ്യും. അതായത് ഫ്യൂച്ചർ ഇയറിൽ ഈ ഒരു 20 റുപ്പീസ് കുറഞ്ഞ എമൗണ്ടിന് മാത്രം നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഇപ്പോൾ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിൽ നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് എക്സ്ട്രാ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകും. എന്നാൽ ഫ്യൂച്ചർ ഇയറിൽ നമുക്ക് അത്രയും എമൗണ്ട് കുറഞ്ഞ് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഡിഡക്റ്റ് ചെയ്യാം, ഫ്യൂച്ചർ ഇയറിൽ അത്രയും എമൗണ്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റീസൺ എന്ന് പറയുന്നത് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. ദ നെക്സ്റ്റ് റീസൺ carry forward of unused losses or carry forward of unused tax credit. ഇതെന്താണ് unused tax losses or unused tax credit? ടാക്സ് ലോസസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്കൊരു ഇയറിൽ ലോസ് വരികയാണ്, അക്കൗണ്ടിങ് ലോസ് ആണ് വരുന്നത്, പ്രോഫിറ്റ് ആ ഇയറിൽ വന്നിട്ടില്ല. ഓക്കെ, ഈ ഒരു ലോസ് നമുക്ക് ഫ്യൂച്ചർ ഇയറിൽ എപ്പോഴെങ്കിലും നമ്മളുടെ പ്രോഫിറ്റ് ഇൻഫ്ലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് കൂടുകയാണെന്ന് വിചാരിക്കാം. ഫ്യൂച്ചർ ഇയറിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടുകയാണ്. ടാക്സ് ലോസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ലോസിൽ നമ്മൾ ഒരിക്കലും ടാക്സ് പേയ്മെൻറ്റ് നടത്തണ്ട. ഓക്കെ, ലോസ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് റിക്കവർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഒരു ഇയറിൽ നമുക്ക് ടാക്സ് ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ഇയറിൽ ടാക്സ് പ്രോഫിറ്റ് വരുന്ന സിറ്റുവേഷനിൽ ഈ ഒരു ടാക്സ് ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ടാക്സ് ലോസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു മെനി ഇയേഴ്സ്. നമുക്ക് കമ്മിങ് ഇയേഴ്സിലേക്ക് ടാക്സ് ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പറഞ്ഞാൽ മാറ്റി വയ്ക്കുക. ഓക്കെ, ഈ ലോസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേയ്മെൻറ്റ് നടത്തണ്ട. ഒരു ഇയറിൽ നമുക്കിപ്പോൾ ഒരു 100 റുപ്പി ലോസ് വന്നു. ഓക്കെ, നെക്സ്റ്റ് ഇയറിൽ നമുക്ക് 150 150 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് വന്നു. കറണ്ട് ഇയറിൽ നമുക്ക് 100 ലോസാണ്, നെക്സ്റ്റ് ഇയറിൽ നമുക്ക് 150 പ്രോഫിറ്റാണ് വന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് ഇയർ ലോസിൽ 100ൽ ഒരു 50 വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയറത്തെ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ബാക്കി 100 റുപ്പീന് മാത്രം നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ടാക്സ് ലോസ് നെക്സ്റ്റ് ഇയേഴ്സിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ആൻഡ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ആ ഒരു ഇയറിൽ നമുക്കതിനെ സെറ്റ് ഓഫ് ചെയ്യുന്നതിനും യൂസ് ചെയ്യാം. സെറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്തതുപോലെ 150 ടാക്സ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 50 നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു 50 ലോസ് ഡിഡക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ഇൻകം ടാക്സിൽ പഠിക്കുന്ന ഏരിയാസാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടാക്സ് ലോസസ് നമ്മൾ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ചെയ്യുന്ന സിറ്റുവേഷൻസിലും ഡിഫേർഡ് ടാക്സ് അസറ്റാണ് വരുന്നത്. ഇതും നമുക്കൊരു അസറ്റല്ലേ. നമുക്കിപ്പോൾ ഇതൊരു ലോസ് ആണെങ്കിലും ഫ്യൂച്ചർ ഇയറിൽ നമ്മളുടെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലോസസ് യൂസ് ചെയ്യാം. അപ്പം ലോസും നമുക്ക് ഇത്തരത്തിൽ ഒരു അസറ്റായിട്ട്, ഡെഫേർഡ് ടാക്സ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. ഫ്യൂച്ചറത്തെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് ഉള്ളൊരു മെഷറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്, അൺയൂസ്ഡ് ടാക്സ് ലോസസ് ആൻഡ് അൺയൂസ്ഡ് ടാക്സ് ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്നത്. ഫ്യൂച്ചറിലെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്ന മെഷേഴ്സ്, ഇതിൻ്റെ ഭാഗമായിട്ട് ഫ്യൂച്ചർ റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം? DTD ഇൻറ്റു ടാക്സ് റേറ്റ്. ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് നമുക്ക് എത്രയാണോ വരുന്നത് അതിനെ ആ ഒരു ഇയർത്തെ ടാക്സ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫേർഡ് ടാക്സ് അസറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ഇയറിൽ വന്നിട്ടുള്ള ഇൻകം 100 റുപ്പി ആണ്. ഓക്കെ, രണ്ട് കേസിലും 100 റുപ്പിയാണ്. ആൻഡ് ആ ഒരു ഇയറിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് വന്നു, അല്ലെങ്കിൽ അക്രൂഡ് എക്സ്പെൻസ് വന്നു. അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അതിനാണ് അക്രൂഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്.
ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഇയർത്തെ റെൻറ്റ് പേയ്മെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട്. റെൻറ്റ് പേയ്മെൻറ്റ് നമ്മൾ നടത്തണം, പക്ഷേ റെൻറ്റ് പേയ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടില്ല, ഡ്യൂ ആയിട്ടാണ്, നമ്മൾ ക്യാഷ് ബേസിസിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. ഇതിന് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മളുടെ അക്കൗണ്ടിങ് ബേസിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം നമുക്കതൊരു എക്സ്പെൻസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ഏത് ഇയറിലാണോ എക്സ്പെൻസ് ഡ്യൂ ആയിരിക്കുന്നത് ആ ഇയറിൽ തന്നെ നമുക്ക് ആ ഒരു എക്സ്പെൻസ് നമ്മളുടെ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. എന്നാൽ ഇൻകം ടാക്സ് പേർപ്പസിന് ക്യാഷ് ബേസിസിലാണ് നമ്മൾ എക്സ്പെൻസസ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ആക്ച്വലി നമ്മൾ എപ്പോഴാണോ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്, ക്യാഷ് ബേസിൽ നമ്മൾ റെൻറ്റ് എപ്പോഴാണോ പേയ്മെൻറ്റ് നടത്തുന്നത് ആ ഒരു ഇയറിൽ മാത്രമേ ഇൻകം ടാക്സ് അതോറിറ്റി നമുക്ക് അതിനെ ഒരു എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒരു ഇയറിൽ നമുക്ക് 40 റുപ്പീസ് വന്നു. ഈ 40 റുപ്പീസ് നമ്മൾ അക്കൗണ്ടിങ് പേർപ്പസിന് പ്രോഫിറ്റ് കാണുന്ന സമയത്ത് 100ൽ നിന്ന് നമുക്ക് അലൗവബിൾ ആണ്, ഡിഡക്റ്റ് ചെയ്യാം. 40 റുപ്പീസ് ഡിഡക്റ്റ് ചെയ്യാം. സോ 60 റുപ്പീസ് നമുക്ക് ആ ഒരു ഇയറിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് വന്നു. എന്നാൽ അതേ സമയം ഇൻകം ടാക്സ് അതോറിറ്റി ആ ഒരു 40 റുപ്പീസ് നമുക്ക് എന്ത് ചെയ്യില്ല, കൺസേൺ ഇയറിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് 40 റുപ്പീസ് ടാക്സ് പേർപ്പസിന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റ് 100 തന്നെയാണ്, എന്നാൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണെങ്കിൽ 60 ആണ്. അപ്പോൾ അവിടെ എന്ത് വന്നു, ഡിഫറൻസ് വന്നു. 60 റുപ്പീസാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് 100 ആണ് ടാക്സബിൾ പ്രോഫിറ്റ്. 40 റുപ്പീസ് അവിടെ ഒരു ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആവുന്നത്? ഈ ഒരു ഇയറിൽ നമുക്ക് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 40 റുപ്പീസ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഫ്യൂച്ചർ ഇയറിൽ നമ്മൾ ആക്ച്വൽ ഈ ഒരു പേയ്മെൻറ്റ് നടത്തില്ലേ, 40 റുപ്പീസ് ആക്ച്വൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ഇയറിൽ ഇൻകം ടാക്സ് അതോറിറ്റി ഇതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആൻഡ് ആ ഒരു ഇയറിൽ നമുക്കതിനെ എക്സ്പെൻസ് ആയിട്ട് നമ്മളുടെ ഇൻകത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാനും പറ്റും. അപ്പം ആ ഒരു ഇയറിൽ നമുക്ക് അത്രയും എമൗണ്ട് കുറഞ്ഞ എമൗണ്ടിൽ എന്ത് ചെയ്താൽ മതി, ടാക്സ് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. അപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഒരു അസറ്റാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡിഡക്റ്റബിൾ ടാക്സ് ടെമ്പററി ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഡിഫേർഡ് ടാക്സ് അസറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ രണ്ടിനെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സസിൽ നോക്കാം. ഇനി നെക്സ്റ്റ് ഒരു ടേം കൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫേർഡ് ടാക്സ് എക്സ്പെൻസ് ആൻഡ് ഡിഫേർഡ് ടാക്സ് ഇൻകം ആണ്. വാട്ട് ഈസ് ഡിഫേർഡ് ടാക്സ് എക്സ്പെൻസ്? എന്തുകൊണ്ടാണ് ഡിഫേർഡ് ടാക്സ് എക്സ്പെൻസ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയാം? നിങ്ങൾ ഇതുപോലെ പോയിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇഫ് ദ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് ദ കറണ്ട് ഇയർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് പ്രീവിയസ് ഇയർ, or the deferred tax asset of the current year is less than deferred tax asset of the previous year. എന്താണ്, രണ്ട് കേസിലാണ് ഡിഫേർഡ് ടാക്സ് എക്സ്പെൻസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി, കറണ്ട് ഇയർത്തെ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, കറണ്ട് ഇയർത്തെ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി പ്രീവിയസ് ഇയറിലെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ, പ്രീവിയസ് ഇയറിൽ നമുക്കൊരു 100 ആണ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. ഓക്കെ, നമ്മളുടെ ഒരു ബേർഡൻ ആണ്, നമ്മൾ ആ ഒരു 100 എന്തായാലും പേയ്മെൻറ്റ് നടത്തണം. അത് കറണ്ട് ഇയർ ആയപ്പോഴത്തേക്കും 140 ആയി അല്ലെങ്കിൽ 160 ആയി, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി കൂടി. ഇത് എക്സ്പെൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, ലയബിലിറ്റി കൂടിയെന്നതാണെങ്കിൽ, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയറിനെ അപേക്ഷിച്ച് കറണ്ട് ഇയറിൽ ലയബിലിറ്റി കൂടുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡിഫേർഡ് ടാക്സ് എക്സ്പെൻസ്. അത് എക്സ്പെൻസ് കൂടിയതുകൊണ്ടാണ്. ദെൻ അസറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇഫ് ദ ഡിഫേർഡ് ടാക്സ് അസറ്റ് ഓഫ് കറണ്ട് ഇയർ ഈസ് ലെസ് ദാൻ ഡിഫേർഡ് ടാക്സ് അസറ്റ് ഓഫ് പ്രീവിയസ് ഇയർ, പ്രീവിയസ് ഇയർത്തെ ഡിഫേർഡ് ടാക്സ് അസറ്റിനേക്കാൾ ഈ ഒരു ഇയറിൽ ഡിഫേർഡ് ടാക്സ് അസറ്റ് കുറവാണെങ്കിൽ, അതെങ്ങനെയാണ്? ഇത് രണ്ട് കേസിലും നമുക്ക് നെഗറ്റീവാണ് വരുന്നത്. ലയബിലിറ്റി കൂടുകയാണ്, അസറ്റ് പ്രീവിയസ് ഇയറിൽ അപേക്ഷിച്ച് ഈ ഒരു ഇയറിൽ കുറയുകയാണ് ചെയ്യുന്നത്. അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ആ ഒരു അഡ്വാൻറ്റേജ് പ്രീവിയസ് ഇയറിൽ അപേക്ഷിച്ച് നമുക്ക് ഈ ഇയറിൽ കുറയുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഫേവറബിൾ അല്ല ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം.
ഈ രണ്ട് സിറ്റുവേഷനിലും ഡിഫേർഡ് ടാക്സ് എക്സ്പെൻസ് എന്നാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാം ഓർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഡിഫേർഡ് ടാക്സ് അസറ്റ് കഴിഞ്ഞ ഇയറിൽ നമുക്കൊരു 100 ഉണ്ടായിരുന്നു, എന്നാൽ ഈ ഒരു ഇയർ ആയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അസറ്റ് 80 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എന്താ, അതവിടെ എക്സ്പെൻസ് കൂടിയതുകൊണ്ടാണ്. ഓർ ലയബിലിറ്റി 100 ആയിരുന്നു പ്രീവിയസ് ഇയർ, അത് നമുക്ക് ഈ ഒരു ഇയർ ആയപ്പോഴത്തേക്കും 120 ആയി, അതും എക്സ്പെൻസ് കൂടിയതുകൊണ്ടാണ്. ഓക്കെ, അത് ഡിഫേർഡ് ടാക്സ് എക്സ്പെൻസ്. ആൻഡ് ഇൻ കേസ് ഓഫ് ഡിഫേർഡ് ടാക്സ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ആണ്. ഫേവറബിൾ ആവുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് വരിക? ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി കുറയുമ്പോഴും അസറ്റ് ആണെങ്കിൽ അസറ്റ് കൂടുന്നതും, ഇത് രണ്ടുമാണ് നമ്മളുടെ ഫേവറബിൾ കണ്ടീഷൻ. അപ്പോൾ അത് മൈൻഡിൽ വെച്ചുകൊണ്ട് ഈ രണ്ട് കണ്ടീഷനും കൂടെ നോക്കാം. ഇഫ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് കറണ്ട് ഇയർ ഈസ് ലെസ് ദാൻ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് പ്രീവിയസ് ഇയർ, പ്രീവിയസ് ഇയർത്തെ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റിനേക്കാൾ കറണ്ട് ഇയറിൽ ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേവറബിൾ കണ്ടീഷനാണ്. അസറ്റിൻ്റെ കേസിൽ ഡിഫേർഡ് ടാക്സ് അസറ്റ് ഓഫ് ദ കറണ്ട് ഇയർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡി ടി ഓഫ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർത്തെ അസറ്റിനേക്കാൾ കറണ്ട് ഇയറിൽ അസറ്റ് കൂടി. ഈ രണ്ട് സിറ്റുവേഷൻ നമുക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നതാണ്, അസറ്റ് കൂടുന്നതും ലയബിലിറ്റി കുറയുന്നതും. ഈ രണ്ട് സിറ്റുവേഷനിലും വി ക്യാൻ കോൾഡ് ആസ് ഡിഫേർഡ് ടാക്സ് ഇൻകം. അത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇൻകമാണ്. ഓക്കെ, ഈ ഒരു രണ്ട് ടേമും കൂടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ മനസ്സിലാകും. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു തിയറി പാർട്ട് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ.